നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്ത് വന്നാലും കളി നിർത്തിപ്പോവുക എന്നൊക്കെ പറഞ്ഞാൽ, അതും കോച്ച് തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് കളി നിർത്തിപ്പോവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും നല്ല കാര്യമല്ല. ഇപ്പോൾ എന്തായാലും സെനഗലീസ് കോച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. സെനഗൽ ചെയ്തത് ശരിയായില്ല, ആഫ്രിക്കയെ മോശമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വാലിദ് റെഗ്രഗയി രംഗത്തേക്ക് വന്നിട്ടുമുണ്ട്. കളിക്ക് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ വാലിദ് റെഗ്രഗയി സെനഗലീസ് താരങ്ങൾക്കെതിരെയും കോച്ചിനെതിരെയും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ബ്രയൻ ഡയസിൻ്റെ പെനാൽറ്റി മിസ്സായത്, ഇങ്ങനെ സെനഗലുകാർ കളി ബഹിഷ്കരിച്ച് പോയി 10 മിനിറ്റൊക്കെ കളി ബ്ലോക്ക് ആയതുകൊണ്ടാണ് എന്നൊരു ന്യായീകരണത്തിൻ്റെ ഒരു വശവും അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ കളി നിർത്തി പോവുക എന്നുള്ളതൊക്കെ മുമ്പും പലവട്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മൊറോക്കോയെ സംബന്ധിച്ചിടത്തോളം അവർ ആ കളി ജയിക്കാൻ വേണ്ടി എന്ത് വില കൊടുത്തും ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. മൊറോക്കോ കോച്ച് പറയുന്ന വാക്കുകൾ നമ്മൾ ആദ്യം നോക്കുകയാണ്. വാലിദ് റെഗ്രഗുയി പറയുന്നത്, തീർച്ചയായിട്ടും ആഫ്രിക്കയെക്കുറിച്ച് എന്ത് ഇമേജാണ് അവർ ഇന്ന് ലോകത്തിന് കൊടുത്തത്. സെനഗൽ ടീമിനെ കുറിച്ച് പറയുകയാണ്. ഇത് വളരെ നാണം കെട്ടതാണ്. ഒരു കോച്ച് തന്നെ താരങ്ങളോട് ഗ്രൗണ്ട് വിട്ട് പോകാൻ പറയുക. എന്താണ് പാപ്പറ്റിയോ ആ രാത്രിയിൽ ചെയ്തത്, ഈ രാത്രിയിൽ ചെയ്തത്? ഇതൊരിക്കലും ആഫ്രിക്കയെ നന്നാക്കുന്നതല്ല, ആഫ്രിക്കയെ നാണം കെടുത്തുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് ക്ലാസി. പക്ഷേ ഇത് വലിയ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ആഫ്രിക്കൻ ചാമ്പ്യൻസ് എന്ന് പറയുമ്പോൾ ശരി, അവർക്ക് എന്ത് വേണമെങ്കിലും അവർ ആ തരത്തിൽ ചെയ്യട്ടെ എന്നാണ് മൊറോക്കോ കോച്ച് പറയുന്നത്. പക്ഷേ അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ വാലിദ് റെഗ്രഗയിയുടെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ് നടന്നു. അതേസമയം പാപ്പറ്റിയാവിൻ്റെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ്, ജയിച്ച കോച്ചിൻ്റെ പ്രസ് കോൺഫറൻസ് എന്താ സംഭവിച്ചത്? അദ്ദേഹം മകളെയും കൊണ്ടുവരുന്നു. കുഞ്ഞുകുട്ടിയാണ്, കൈ പിടിച്ചിങ്ങനെ ആ സന്തോഷത്തിൽ വരികയാണ്, മെഡലൊക്കെ കഴുത്തിലിട്ടിട്ട്. അപ്പോൾ അവിടെ അതുവരെ ഇരുന്നിരുന്ന മൊറോക്കൻ പത്രപ്രവർത്തകർ കൂവുന്നു, അവർ ബഹിഷ്കരിക്കുന്നു, ആകെ പ്രശ്നമാകുന്നു. എന്നിട്ട് വിജയിച്ച കോച്ചിനെ സംസാരിക്കാൻ അനുവദിക്കാതെ അത് ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇതാണ് ഇപ്പോൾ ഈ പറയുന്ന ക്ലാസ്. ഏതായാലും പിന്നെ വാലിദ് റെഗ്രഗുയി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ബ്രയൻ ഡയസിൻ്റെ പെനാൽറ്റി നേരെ കയ്യിലേക്ക് അടിച്ചു കൊടുക്കുകയാണല്ലോ, റയൽ മാഡ്രിഡ് സൂപ്പർ താരത്തിൻ്റെ പെനാൽറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ കണ്ടതല്ലേ, ലോകത്തിന് മൊത്തം മുന്നിൽ 10 മിനിറ്റിലധികം കളി നിർത്തി വെച്ചില്ലേ. അപ്പോൾ അതൊരിക്കലും ബ്രാഹിമിനെ സഹായിച്ചിട്ടില്ല. അപ്പോൾ അത് ആ കളിയുടെ ഫ്ലോ അങ്ങ് പോയി. അപ്പോൾ അത് ഞാനൊരു എക്സ്ക്യൂസായിട്ടൊന്നും പറയുകയല്ല ആ ഷോട്ട് എടുത്തതിനെക്കുറിച്ച്. പക്ഷേ അത് സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ അതുകൂടി നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഓൺ ചെയ്യുന്നുണ്ട് ആ ഒരു ഗോളിനെ പറ്റി, ആ ഒരു ഷോട്ടിനെ പറ്റി. പക്ഷേ ഇതുകൂടി നിങ്ങളതിൽ കാണണം എന്നാണ് വാലിദ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം സെനഗലിൻ്റെ ഹെഡ് കോച്ച് പാപ്പറ്റിയോ സംഭവിച്ച കാര്യങ്ങളിൽ മാപ്പ് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യത്തിൽ, ഞാൻ എൻ്റെ താരങ്ങളോട് കളിക്കളം വിട്ടു പോകാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഫുട്ബോളിനോട് മാപ്പ് പറയുകയാണ്. ഞാൻ പിന്നെ ഒന്ന് വിശദമായിട്ട് കാര്യങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് ശരിയല്ല എന്ന്. അതുകൊണ്ടാണ് താരങ്ങളെ കളിക്കളത്തിലേക്ക് വീണ്ടും വിട്ടത്. ചിലപ്പോൾ നമ്മൾ ആ ഒരു ചൂടിൽ, ആ ഒരു മൊമെൻറ്റ്, ഹീറ്റ് ഓഫ് ദി മൊമെൻറ്റിൽ അങ്ങ് പ്രതികരിച്ചു പോവില്ലേ, അത് സംഭവിച്ചതാണ്. പക്ഷേ റഫറിക്ക് മിസ്റ്റേക്ക് പറ്റി, ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ ചെയ്തതിൽ ഞാൻ മാപ്പും പറയുന്നു എന്നാണ് സെനഗലിൻ്റെ ഹെഡ് കോച്ച് പാപ്പറ്റിയാവ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.